അപ്പൊ നമ്മുടെ കേക്ക് മുറുക്കിയാണ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, ഹെവി ക്രീം എടുത്തിട്ടുണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് റിയോ ബിസ്ക്കറ്റ് ക്രീം ഇല്ലാതെ ക്രീം മാറ്റിയിട്ട് അത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളവരെ കാണിച്ചു തരാം. ഒരു സ്പ്രിൻ പാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ബിസ്ക്കറ്റിനകത്തിലേക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്ത് അത് ചേർത്തതായ ഇളക്കി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബേക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്പ്രിൻ പാനിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അടുത്ത ലെയറിനുള്ള സംഭവം നമുക്ക് റെഡിയാക്കി എടുക്കാം. ക്രീം എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് നമുക്കൊന്ന് ഡബിൾ കോയിൻ ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയല്ലോ അത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിൽ നമ്മൾ ചോക്ലേറ്റ് മിക്സ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ സ്പ്രിംഗ് പാനിലേക്ക് ഈ ബിസ്ക്കറ്റിന്റെ ലെയറിന്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മളൊരു 15 മിനിറ്റ് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അതിനുശേഷം ഇത് സെറ്റ് ആയതിനു ശേഷം നമുക്ക് അടുത്ത ലെയർ ചെയ്യാം. നമ്മൾ 2 ലെയർ ആക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന സെറ്റ് ആകാൻ വേണ്ടി മൂന്നാമത്തെ ലെയറിന് വേണ്ടി കുറച്ച് ഹെവി ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മേഡൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഹെവി ക്രീമിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം. ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 ഗ്രാം ജലാറ്റിൻ നമ്മളെടുത്ത് അത് മെൽറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, ചൂടാക്കി മെൽറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തിട്ട് വരാം. നമ്മൾ അടിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മിൽക്ക് മേഡും ഒക്കെ ചേർത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ജലാറ്റിനും ചേർത്ത് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ 2 ലെയർ വരെ വെച്ച സാധനം അത്രയും സെറ്റായി വന്നിട്ടുണ്ട്. 3 ലെയർ വരെ ആക്കിയിട്ടുണ്ട്. 3 ലെയർ നല്ല കറക്റ്റായി. ഇനി ഒരു ചെറിയ ലെയറും കൂടി ഉണ്ട്. ഇത് നമുക്കപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കാം. വെച്ച് സെറ്റ് ആയിട്ട് എടുത്തിട്ട് വന്നു. ഇനി ഒരു ലെയർ കൂടി ഇട്ടിട്ട് നമ്മൾ 3 ലെയർ വരെ ആക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. 4ാമത്തെ ലെയറിന് വേണ്ടി കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പാലും വിപ്പിംഗ് ക്രീമും കൂടെ ബീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂണ് മിൽക്ക് മേഡ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് വരാം. ചോക്ലേറ്റ് ഉണ്ട്, അതും കൂടെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. റെഡിയാക്കി കൊണ്ടുവന്നു. അപ്പം നമുക്ക് ഇതുകൂടി ഒന്ന് സെറ്റ് ചെയ്യാം. നാല് ലെയർ സെറ്റ് ആക്കി കഴിഞ്ഞു. ഇനി നമ്മളിതൊരു 15 മിനിറ്റ് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പൊ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ കേക്ക് മുറുക്കിയാണ്, കട്ട് ചെയ്യുകയാണ്. നമ്മളൊരു അരമണിക്കൂർ നേരം മെനക്കെട്ടാലും അത് നല്ല റെഡിയായി വന്നു കേട്ടോ. നമുക്ക് ഭയങ്കര സന്തോഷമാണിത്. അപ്പൊ നിങ്ങൾക്കും എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ആരും ലൈക്ക് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. Trying for the first time. It's the best taste I have seen ever in my life. Try it in your home. Try it in your home. It's a dip for you. Yeah. And don't forget to subscribe this channel. Yes. Subscribe to Prasanna Kitchen.